ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിലാണ് കഴിഞ്ഞ ദിവസം RSSൻ്റെ നേതൃത്വത്തിൽ കൊട്ടിഘോഷിച്ച് ജ്ഞാനസഭ സംഘടിപ്പിച്ചത് നാം കണ്ടതാണ്. ജ്ഞാനസഭ സംഘടിപ്പിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് നേരിട്ടെത്തിയത് RSSൻ്റെ സർസംഘചാലക് ശ്രീ മോഹൻ ഭഗവത് നേരിട്ടാണ്. ഞങ്ങൾക്ക് RSSനോടും അതിൻ്റെ നേതാവ് മോഹൻ ഭഗവതിനോടും SFI നിലയിൽ സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ നടത്തിയത് ജ്ഞാനസഭയാണ്. ജ്ഞാനം എന്ന വാക്കിൻ്റെ അർത്ഥം ലിറ്ററലി നമുക്കറിയാം അറിവ് എന്നാണ്. ഇന്ദ്രിയങ്ങളിലൂടെ നേടുന്ന അറിവ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്ദ്രിയങ്ങളിൽ പ്രധാനപ്പെട്ടൊരു ഇന്ദ്രിയം കണ്ണാണ്. RSSൻ്റെ സർസംഘചാലക് മോഹൻ ഭഗവത് അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയത്തിലെ കണ്ണു തുറന്ന് ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ അവസ്ഥ നോക്കാൻ ആദ്യം തയ്യാറാവണം എന്ന് SFI പറയാൻ ആഗ്രഹിക്കുക. താറുമാറായ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗം ഇന്ത്യയിലാകെ വിദ്യാർത്ഥികളെ വലച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാജ്യത്തിന് തന്നെ മാതൃകയായ വിദ്യാഭ്യാസ രംഗമുള്ള കേരളത്തിലേക്ക് വന്ന് RSS ജ്ഞാനസഭ നടത്തുന്നത് എന്ന ശ്രദ്ധേയമായ വസ്തുത നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. കണ്ണു തുറന്ന് രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് RSS നോക്കാൻ തയ്യാറാവണം. RSS നേതൃത്വം കൊടുക്കുന്ന, നിയന്ത്രിക്കുന്ന BJP ആണ് ഈ രാജ്യത്ത് 11 വർഷമായി ഭരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, രാജ്യത്ത് പുറത്തു വന്ന പ്രധാനപ്പെട്ട ചില കണക്കുകളുണ്ട്. 2023 പുറത്തു വന്ന കണക്ക് പ്രകാരം ഏതാണ്ട് 10 ലക്ഷം കുട്ടികളാണ്, 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ രാജ്യത്തെ 1ാം ക്ലാസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ട് പുറത്തു നിൽക്കുന്നത്. പഠിക്കാൻ അവകാശമില്ലാതെ, പഠിക്കാൻ നിർവാഹമില്ലാതെ പുറത്തു നിൽക്കുന്നത്. അപ്പോൾ ജ്ഞാനസഭ നടത്തുന്ന RSS ഈ 10 ലക്ഷം കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ ഈ രാജ്യത്ത് കഴിഞ്ഞ 11 വർഷക്കാലം എന്താണ് ചെയ്തത് എന്ന് വിശദീകരിക്കാൻ അവർക്ക് ഉത്തരവാദിത്തമില്ലേ? നിങ്ങൾ നോക്കൂ, രാജ്യത്തെ പാർലമെൻറ്റിൽ 2024-25 എക്കണോമിക് സർവേ റിപ്പോർട്ട് പ്രകാരം, പാർലമെൻറ്റ് വെച്ച രേഖയാണ്, റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല റിട്ടൻഷൻ റേറ്റ് അവർ പറയുന്നുണ്ട്. ഹയർ സെക്കൻഡറി റിട്ടൻഷൻ റേറ്റ് എന്ന് പറയുന്നത്, അതായത് 1ാം ക്ലാസ്സിലൊരു കുട്ടി ജോയിൻ ചെയ്യുമ്പോൾ 12ാം ക്ലാസ് വരെ പഠിക്കാൻ കഴിയുന്ന രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ശതമാനം എന്ന് പറയുന്നത് 45.6%. കണ്ണു തുറന്ന് RSSൻ്റെ മേധാവി ഈ കണക്കിലേക്ക് നോക്കാൻ തയ്യാറാവണ്ടേ? 45.6% കുട്ടികൾ മാത്രം 1ാം ക്ലാസ്സിൽ ചേർന്നാൽ 12ാം ക്ലാസ് പൂർത്തിയാക്കുന്ന ഇന്ത്യയിലാണ് ജ്ഞാനസഭയുമായി കേരളത്തിലേക്ക് RSS വണ്ടി കയറിയിരിക്കുന്നത് എന്ന് നാം ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഡ്രോപ്പ് ഔട്ട് റേറ്റ് നോക്കിയാൽ ഈ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ ഡ്രോപ്പ് ഔട്ട് റേറ്റ് നിങ്ങൾ നോക്ക്. RSSന് പ്രാധാന്യമുള്ള, RSS ഭരിക്കുന്ന രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ഭീകരമായി കുട്ടികൾ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്, സ്കൂൾ പൂർത്തീകരിക്കാൻ കഴിയാതെ വരികയാണ്. ഏറ്റവും കൂടുതൽ ഡ്രോപ്പ് ഔട്ട് റേറ്റുള്ള സംസ്ഥാനം ഇപ്പോൾ സ്പെഷ്യൽ ഇൻസെൻറ്റീവ് റൈഡ് നടക്കുന്ന ബീഹാർ. നിങ്ങൾ ബീഹാറിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഡ്രോപ്പ് ഔട്ട് റേറ്റ് ഈ രാജ്യത്തുള്ള സംസ്ഥാനം ബീഹാറാണ്. ബീഹാറിലെ പ്രൈമറി വിദ്യാഭ്യാസത്തിൽ ഡ്രോപ്പ് ഔട്ട് റേറ്റ് എന്ന് പറയുന്നത് 8.9%. UPയിലേക്ക് വരുമ്പോൾ അത് ഏതാണ്ട് 25.9%. സെക്കൻഡറിയിലേക്ക് വരുമ്പോൾ 25.63%. അപ്പോൾ RSSൻ്റെ മേധാവി മോഹൻ ഭഗവത് എങ്ങോട്ടാണ് വണ്ടി കയറേണ്ടത്? കേരളത്തിലേക്കോ അതോ ബീഹാറിലേക്കോ? നിങ്ങൾ നോക്ക്, ഈ രാജ്യത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങൾ, BJP ഭരിക്കുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഡ്രോപ്പ് ഔട്ട് റേറ്റ് ഹയർ സെക്കൻഡറിയിൽ എന്ന് പറയുന്നത് ഏതാണ്ട് 16 മുതൽ 18%. അപ്പോൾ എവിടേക്കാണ് മോഹൻ ഭഗവത് വണ്ടി കയറേണ്ടത്? കേരളത്തിലേക്കോ അതോ ഗുജറാത്തിലേക്കോ മഹാരാഷ്ട്രയിലോ ഉത്തർപ്രദേശിലേക്കോ ആണോ? നിങ്ങൾ നോക്കി, ഈ രാജ്യത്തെ 1.5 ലക്ഷം സ്കൂളുകളിൽ നരേന്ദ്രമോദി 11 വർഷമായി ഭരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ 1.5 ലക്ഷം സ്കൂളുകളിൽ വൈദ്യുതി ഇല്ല എന്ന് ഞെട്ടിക്കുന്ന കണക്ക് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. 6.5 ലക്ഷം സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ഇല്ല. ഡിജിറ്റൽ ഇന്ത്യയിലാണ് നാം നിൽക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന 6.5 ലക്ഷം സ്കൂളുകളിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് കമ്പ്യൂട്ടർ ഇല്ല. 7.25 ലക്ഷം സ്കൂളുകളിൽ ഇൻ്റർനെറ്റ് സൗകര്യമേ ഇല്ല. അപ്പോൾ എവിടേക്കാണ് മോഹൻ ഭഗവത് വണ്ടി കയറേണ്ടത്? നിങ്ങൾ നോക്കൂ, എവിടേക്കാണ് വരുന്നത്? ഈ 1.5 ലക്ഷം വൈദ്യുതി ഇല്ലാത്ത സ്കൂളുകളിൽ കേരളത്തിലെ സ്കൂളുണ്ടോ? 6 ലക്ഷത്തോളം വരുന്ന കമ്പ്യൂട്ടർ ഇല്ലാത്ത സ്കൂളുകളിൽ കേരളത്തിലെ സ്കൂളുണ്ടോ? 7.25 ലക്ഷത്തോളം വരുന്ന ഇൻ്റർനെറ്റ് ഇല്ലാത്ത സ്കൂളുകളിൽ കേരളത്തിലെ സ്കൂളുണ്ടോ? അപ്പോൾ എവിടേക്കാണ് മോഹൻ ഭഗവത് വണ്ടി കയറേണ്ടത്? RSSകാർ വണ്ടി കയറേണ്ടത്? ഇനി ഉത്തർപ്രദേശിലെ കണക്കെടുക്കാം. RSSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യൻ യോഗി ആദിത്യനാഥ് നേരിട്ട് ഭരിക്കുന്ന സംസ്ഥാനമാണല്ലോ. 5000 സ്കൂളുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ്.
വലിയ സമരം അവിടെ SF ഏറ്റെടുക്കുകയാണ്. എവിടേക്കാണ് അപ്പോൾ മോഹൻ ബഗാൻ വണ്ടി കയറേണ്ടത്? ഗുജറാത്തിലെ കണക്കെടുത്ത് പരിശോധിക്കുന്ന നരേന്ദ്രമോദി ദീർഘകാലം മുഖ്യമന്ത്രിയും അതിനുശേഷം തുടർച്ചയായി BJP ഭരിക്കുകയും ചെയ്യുന്ന ഗുജറാത്താണല്ലോ. ആ ഗുജറാത്തിലെ 6 ഗവൺമെൻറ് സ്കൂളിൽ പ്രിയപ്പെട്ടവരെ അവിടെ വെള്ളമില്ല. ഏറ്റവും പുതിയതായി പുറത്തുവന്ന കണക്കാണ്. ഗുജറാത്തിലെ 6 ഗവൺമെൻറ് സ്കൂളിൽ കുട്ടികൾക്ക് വെള്ളമില്ല, പഠിക്കുന്ന സ്കൂളിൽ വെള്ളമില്ല. 4 ഗവൺമെൻറ് സ്കൂളിൽ ടോയ്ലറ്റേ ഇല്ല. അപ്പോൾ എവിടേക്കാണ് മോഹൻ ബഗാൻ ആദ്യം വണ്ടി കയറി പോകേണ്ടത്? ഗുജറാത്തിലേക്ക് പോകാൻ തയ്യാറാവണ്ടേ? 19,000-ലേറെ വരുന്ന അധ്യാപക തസ്തികകൾ ഗുജറാത്തിൽ ഒഴിഞ്ഞിടക്കുകയാണ്. ഡ്രോപ്പ് ഔട്ട് റേറ്റ് ഗുജറാത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി രാജസ്ഥാനിലോ? കഴിഞ്ഞ ദിവസമല്ലേ ഞെട്ടിക്കുന്ന വാർത്ത, രാജസ്ഥാനിൽ നിന്ന് പുറത്തു വന്ന് ആരാ ഭരിക്കുന്നത്? ഏതാണ്ട് 7 കുട്ടികളാണ് രാജസ്ഥാനിൽ ഗവൺമെൻറ് സ്കൂൾ മറിഞ്ഞു വീണ് മരിച്ചത്. നിങ്ങൾ നോക്കൂ, ഇത്രയേറെ ഭീകരമായ ദയനീയമായ സ്ഥിതി രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ ഹബ്ബായ കേരളത്തിലേക്ക് വന്ന് പ്രഹസനമായി ജ്ഞാനസഭ നടത്താൻ RSS തയ്യാറാവുന്നത്. എന്തെങ്കിലും ആത്മാർത്ഥ RSS പറയുന്ന ഈ മുദ്രാവാക്യത്തോട് RSSനുണ്ടെങ്കിൽ RSS പോവേണ്ടത് ഞാൻ ഈ ചൂണ്ടിക്കാണിച്ച സംസ്ഥാനങ്ങളിലേക്കാണ്. ഈ ചൂണ്ടിക്കാണിച്ച സംസ്ഥാനങ്ങളിലേക്ക് പോയി അവിടെ വിദ്യാർത്ഥികളെ ദുരിതം പരിഹരിക്കാൻ എന്തെങ്കിലും ഇടപെടൽ കഴിഞ്ഞ 11 വർഷക്കാലം RSS നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഇടപെടൽ നടത്താതെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി മാത്രം ലക്ഷ്യമിട്ട് ജ്ഞാനസഭ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങൾ നോക്കൂ, ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ കണക്കുകളെ ഞാൻ പറയുന്നില്ല, ഒറ്റ കണക്ക് മാത്രം ഞാൻ പറയാം. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കേന്ദ്രീകരിക്കാനാണല്ലോ ജ്ഞാനസഭ നടത്തിയത്. 2020 ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കാൻ വേണ്ടി നമ്മുടെ വിദ്യാർത്ഥികൾ വായ്പ എടുത്ത വിദ്യാഭ്യാസ വായ്പയുടെ കണക്ക് 65,336 കോടിയായിരുന്നെങ്കിൽ 2024 വരുമ്പോൾ ഈ ഇന്ത്യയിൽ കേരളത്തിൽ ജ്ഞാനസഭ നടത്തി RSS നേതൃത്വം കൊടുക്കുന്ന ഭരണം ഇന്ത്യക്കകത്ത് നിലനിൽക്കുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ, ഞങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എടുക്കേണ്ടി വന്ന വിദ്യാഭ്യാസ വായ്പയുടെ കണക്ക് 1,29,116 കോടിയാണ്. നിങ്ങൾ നോക്കൂ, സ്വകാര്യ മേഖലയിൽ നിർബന്ധിതമായി പൈസ കൊടുത്ത് വിദ്യാഭ്യാസ ലോൺ എടുത്ത് പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, വിദ്യാർത്ഥികൾക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുകയാണ്. അവിടെയാണ് ജ്ഞാനസഭയുമായി കേരളത്തിലേക്ക് അവർ വരുന്നത്. ഞങ്ങൾ RSSനോട് അഭ്യർത്ഥിക്കുന്നത്, ഏതാണ്ട് 200 വൈസ് ചാൻസലർമാർ ഇവിടെ വന്നു എന്നാണല്ലോ RSS പറയുന്നത്. RSSൻ്റെ കൂട്ടത്തിൽ വിവരമുള്ള ആരെങ്കിലും ഒരു നേതാവ് ഉണ്ടാവും എന്ന് ഞങ്ങൾ കരുതുന്നതേ ഇല്ല. ഈ വന്ന വൈസ് ചാൻസലർമാരിൽ പൂർണ്ണമായി RSS അല്ലാത്തതോ അല്ലെങ്കിൽ RSSൻ്റെ ഏതെങ്കിലും അധികാര പ്രേരണയിൽ വന്നവരോ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവരെയെല്ലാം കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ്. കേരളത്തിലെ സ്കൂളുകളിലേക്ക്, കേരളത്തിലെ കോളേജുകളിലേക്ക്, കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ വരണം, നിങ്ങൾ കാണണം എന്താണ് എഡ്യൂക്കേഷൻ്റെ ബദൽ, എന്താണ് എഡ്യൂക്കേഷനകത്ത് ഈ രാജ്യത്തിന് മുന്നോട്ട് വെക്കാനുള്ള മാതൃക എന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നോക്കി പഠിക്കാൻ ഈ വന്ന വൈസ് ചാൻസലർമാർ തയ്യാറാവണം എന്ന് SFIക്ക് വേണ്ടി വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.